ശങ്കരൻ ചെക്കൻ നാളു ഭയങ്കരൻ കവലകൾ തോറും വായിൽ നോക്കി തെണ്ടി നടക്കണ സുന്ദരൻ ചെക്കന് ചേർന്നൊരു സുന്ദരി കണ്ടാലിവൾ ഭയങ്കരി സിനിമാ നദിയെ പോലെ ഇടയിൽ ചെത്തി നടക്കണ പെൺകുടി. ഞങ്ങൾ ആരംഭിച്ചിട്ട് ചത്തിക്കൊത്ത ശങ്കരൻ. എന്റെ മോനത് പെണ്ണ് കെട്ടിയിരുന്നെങ്കിൽ ഈ കഷ്ടപ്പാടൊന്ന് കുറഞ്ഞേനെ. ഈ മുടിഞ്ഞ വീട്ടിലെ പണിയെടുത്തന്റെ നടുപൊടിയാറായി തുണികളൊക്കെ അടിച്ചു മരണം കഷ്ടപ്പാടിരുന്നേനെ. മുടിഞ്ഞ വീട്ടിലെ പണിയെടുത്തന്റെ നടുപൊടിയാറായി തുണികളൊക്കെ അടിച്ചു മരണം കഷ്ടപ്പാടിരുന്നേനെ. അതെങ്ങനെയാ? അച്ഛനെന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, പണ്ടെങ്ങാണ്ട് ബാലയിൽ രാജാവിന്റെ വേഷം കെട്ടിന്ന് പറഞ്ഞ് പുള്ളി ഇപ്പോഴും രാജാവെന്ന് പറഞ്ഞ് നടക്കാം. ഒരു പണിക്കും പോകത്തില്ല, മകനെ കുറിച്ചൊരു ചിന്തയില്ല. ദേ മനുഷ്യനെ ഒന്ന് മാറ്റി വന്നേ. രാജാതി രാജ ചേരാതി ചേര മൂക്കാതി അണലി നീർക്കോളി നാനൂരി മഹാരാജാവ് എഴുന്നിരുന്നു കൊള്ളുന്നേ എഴുന്നള്ളുന്നേ. വാടി വാടി മറിയക്കുട്ടി നീയാണെന്റെ തങ്കക്കട്ടി എടി വാടി വാടി മറിയക്കുട്ടി എന്നും നീയാണെന്റെ പൊന്നും കട്ടി നീ എന്റെ കരമുത്തല നീ എന്നെ എന്നെ കണ്ടാൽ രാഗാദേവി കുടിക്കാടി ചിരി കഞ്ഞിരാടി. മനുഷ്യ ഇവിടെ എങ്ങും ആരുമില്ല. അല്ല ആരുമില്ലെന്നറിയാം, എന്നാലും വെറുതെ ചോദിച്ചതാ. ഇത്രയും നാള് ബാല കളിച്ച് നടന്നിട്ട് കിട്ടിയതാ. ഈ നശിച്ച ആരെവിടെയും ആ പണിച്ച വാടും. വാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം ഒരു കാര്യം ഓർത്തത്. നാം ഇന്നലെ എവിടെയോ വാള് വെച്ചു. അത് എവിടെയാണ്? എവിടെയാന്നോ? ദേ ആ അടുക്കളയുടെ മൂലയ്ക്ക് 100 ടങ്ങോട്ട് അടുക്കാൻ മേലെ. ആ വാളിന്റെ കാര്യമല്ലേ പറഞ്ഞത്, നാം നമ്മുടെ ഉടവാളിന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ നിന്റെ അപ്പം കൊണ്ടുവന്ന ശ്രീധരത്തിന്റെ കാര്യമല്ല. എന്റെ അപ്പനെ കാര്യം വിളിക്കുന്നു. അയ്യോ 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 ഈശ്വരാ, നീ എന്നെ വീടില്ലാത്ത രാജാവാക്കി മാറ്റി. എന്നാൽ നീ അന്തപ്പുരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. എങ്ങോട്ട്? ചൂത് കളിക്കാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നത്തെ കൊണ്ട് ഈ ഒടുക്കാത്ത ചൂതുകളെയൊക്കെ നിർത്തിയേക്കണം. സാധ്യമല്ല. രാമായണത്തിലെ പഞ്ചപാണ്ഡവരായ 4 പേരും ചൂതുകളിക്കാരായിരുന്നു. അവരെ പോലെയാടി ഞാനും. എന്നാലേ ഞാൻ മഹാഭാരതത്തിലെ പാഞ്ചാലിയാവും. 5 കെട്ടിയവന്മാരെ ഒപ്പിച്ച പോലെ. ഈശ്വരാ, എന്തിനിങ്ങനെ ഒരു വിലയില്ലാത്ത രാജാവാക്കി? ഓ എന്റെ പൊന്നു മഹാരാജാവേ, എന്നാടി നമ്മുടെ മകനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ ബ്രോക്കർ ഇന്നെങ്ങാനും വരുമോ? എന്ത് വരാന്ന് പറഞ്ഞിട്ട് ബ്രോക്കർ വരാതിരിക്കോടി, വരാതിരുന്നാലേ എന്റെ പരാതി തീരൂല. വരാന്ന് പറഞ്ഞിട്ട് ബ്രോക്കർ വരാതിരിക്കോടി, വരാതിരുന്നാലേ എന്റെ പരാതി തീരൂല. രാവിലെ ഏത് പട്ടിയാണ് എന്റെ പട്ടിനെ വന്നിട്ട്? അയ്യോ അത് കല്യാണ ബ്രോക്കറാ. ആണോ? കഥാപ്രസംഗ പരിപാടിയൊക്കെ നിർത്തി അയാൾക്ക് പിതാ പണി. ഓഹോ, സർഗസംഗീതമുണർന്നു 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 സമ്പൂജ്യരായ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ അഭിവാദനങ്ങൾ. അയ്യോ ഇതാരാ അറിയില്ലേ? ഇതാണ് ചെറുക്കന്റെ അച്ഛൻ. പാലക്കാരനാടാ പാലക്കാരൻ. അപ്പൊ ആശാനെ പോലെ തന്നെ എന്ന് വെച്ചാൽ ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. എന്താ ഇത്രയും താമസിച്ചത്? ഇന്നലെ ഒരു കഥാപ്രസംഗ പരിപാടി ഉണ്ട്. തുടങ്ങാൻ ഉദ്ദേശിച്ചത് 10 മണിക്കാണ്. തുടങ്ങിയപ്പോൾ 11 ആയി, പിന്നെ 12 ആയി, അവസാനം 1 ആയി. അതെ, കാണാൻ ഒരാൾ മാത്രമായി.
നീ സിമ്പിൾ അടിച്ചോ, പക്ഷെ എനിക്കിട്ട് അടിക്കല്ലേ. അതാണോ ഇത്രയും വൈകിയത്? വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് പഞ്ചറായി. എന്നിട്ട് സ്റ്റെപ്പിനില്ലായിരുന്നു. സൈക്കിളിന് എവിടെയാണ് സ്റ്റെപ്പിനി? നിങ്ങൾ വായി പൊളിച്ചു നിൽക്കാതെ എങ്ങനെയുള്ള പെണ്ണ് വേണമെന്നൊന്ന് പറഞ്ഞു കൊടുക്ക. അതെ, പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, ഓടിക്ക പോലൊരു പെണ്ണു വേണം. ആ പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, ഓടിക്ക പോലൊരു പെണ്ണു വേണം. നല്ല പക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. നല്ല പക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. ചെക്കന്റെ കൂടെ ആ പെണ്ണൊന്നു പോകുമ്പോൾ ആളുകളും തിരിച്ച് നോക്കിയിടണം. നല്ലോണം തടി വേണം, അതിനൊത്ത മുടി വേണം, ഇതനം വേണ്ടോളം കിട്ടിയിടണം. ഞാൻ അവതരിപ്പിക്കുന്ന പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുന്ദരിയാണവൾ, സുമുഖിയാണവൾ, സുശീലയാണവൾ, ജാനകിയാണവൾ, ദലീമയാണവൾ, മേക്കപ്പ് ഇല്ലെങ്കിൽ വെല്ലുമ്മയാണവൾ. ചുമ്പലടിക്കല്ലേ. എന്തായാലും വേണ്ടില്ല, ഞങ്ങളെ പൊന്നു പോലെ നോക്കുന്ന പെണ്ണാവണം. അല്ലാതെ എന്നോട് പോരെടുക്കാനെങ്ങാനും വന്നാലുണ്ടല്ലോ. പോരെടുത്താലും എന്താ കുഴപ്പം? എന്നോട് പോരെടുത്താലവളെ ഉലക്കയ്ക്ക് തലക്കടിക്കും, ഞാൻ തലമണ്ട തല്ലിപ്പൊളിക്കും. എന്നോട് ചൂടായെന്നാലവളെ ചുടുകട്ടയ്ക്കെറിഞ്ഞോടിക്കും, വെള്ളം എടുത്തൊഴിക്കും. പോരെങ്കിൽ പോര്, സ്നേഹമെങ്കിൽ സ്നേഹം, ഏതായാലും രണ്ടിലൊന്ന് നടക്കും. പോരെങ്കിൽ പോര്, സ്നേഹമെങ്കിൽ സ്നേഹം, ഏതായാലും രണ്ടിലൊന്ന് നടക്കും. അല്ല, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ നാടിന്റെ രോമാഞ്ചമായി പാറിപ്പറന്ന് നടക്കുന്ന ആ യുവകോമളനെ പിടിച്ച് നിങ്ങൾ എന്തിനാണ് പെണ്ണു കെട്ടിക്കുന്നത്? എന്തിനാണെന്നോ അവനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. കുരുത്തങ്കെട്ടൊരു മകൻ എനിക്കുണ്ട് തങ്കപ്പൻ, അവൻ കുളക്കട വിളി പൊളിച്ചിരിക്കണ തങ്കപ്പൻ. ആ കുരുത്തങ്കെട്ടൊരു മകൻ എനിക്കുണ്ട് തങ്കപ്പൻ, അവൻ കുളക്കട വിളി പൊളിച്ചിരിക്കണ തങ്കപ്പൻ. ഏതു പെണ്ണിനെ കണ്ടാലും പിന്നാലെ കൂടണ തങ്കപ്പൻ, നല്ല തല്ലുകൊണ്ടെന്നാലും വിളിച്ചു നിൽക്കും തങ്കപ്പൻ. അയ്യോ, തന്റെ മോനെ മര്യാദക്ക് കളഞ്ഞിക്കൊള്ളണം കേട്ടോ. അല്ല, എന്താ ഇത്? അവൻ ഏതോ ഒരു കുളക്കടവിലുണ്ട്, അത് ഉറപ്പാ. അവൻ എവിടെ ചെന്നാലും അതിന്റെ റിസൾട്ട് എനിക്ക് അപ്പം തന്നെ ഇവിടെ കിട്ടും. ഈശ്വര, ചെറുക്കനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും കൂടി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര പോകാം. ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. പ്രിയതമേ, നാം കല്യാണ മാമാങ്കത്തിന് പോയി വരട്ടെ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോടോ. അയ്യോ, സത്യമല്ല, ആരാളുകള്? സാറേ, തല്ലരുത്. സാറിന്റെ മകളെ കാണാൻ വന്ന ചെറുക്കന്റെ തന്തയാണിത്. I am the father of your മരുമോൻ. Okay? ഓഹോ, അത് ശരി. എന്റെ മകളെ കസ്റ്റഡിയിൽ എടുക്കാൻ വന്നാണല്ലേ? ഇങ്ങോട്ട് മാറിക്കണം. എവിടെയാണ് നിങ്ങളെ കൂടി ചെറുക്കനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ചെറുക്കൻ കാറിനകത്ത് അണിഞ്ഞൊണങ്ങിയിരിക്കുകയാണ്. അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. പോയി തൊണ്ടി സഹിതം പൊക്കിക്കൊണ്ട് വരാ. Yes, sir. എല്ലാരും കൂടി എന്നെ പെടുത്തുന്നു. ആ, പിന്നെ എല്ലാരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മകളെ മര്യാദക്ക് നോക്കിയില്ലെങ്കിൽ തോന്നിയവാസം കാട്ടിയെന്നാൽ നിന്റെ ഞാൻ പഞ്ചസാരം. എന്റെ മോളെ നല്ല പോലെ നോക്കിയില്ലേ കുമ്പുവാടും. ലോകപ്പിൽ കൊണ്ടുപോയി മേക്കപ്പ് അടിച്ചു വെച്ച് മുട്ടടിയിരിക്കും ഞാൻ. നട്ടല്ലിൻ സെന്ററിലെ മർമ്മത്തിലാക്കി കൊണ്ട് അഞ്ചത്തിൽ കുത്തുകുത്തും ഞാൻ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ച സമയം കളയാതെ പെണ്ണിനെ വിളിക്കേ. അതിനു മുമ്പ് ചെറുക്കനെ വിളിക്കണം. എന്റെ മോനെ പോലീസ്. നീ ഓടരുത്, ചാടരുത്, പേടിക്കരുത്. ഇത് നീ കെട്ടാൻ പോണ പെണ്ണിന്റെ അപ്പൻ. അവിടെ നിന്റെ പെണ്ണിന്റെ അപ്പനാടാ അപ്പൻ. അപ്പ
പെണ്ണെവിടെ? അപ്പാപ്പനോ? അപ്പ പെണ്ണെവിടെ? കടലിൽ വിളക്ക് തെളിഞ്ഞതാണോ, ഉന്നമരം തുറഞ്ഞതാണോ, മാനത്തു നിന്നാലും വന്നതാണോ, മാനത്തു നിന്നാലും വന്നതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ. ചേട്ടാ, അല്ല ചേട്ടാ, എന്താ ദേ ചായ. ഇനി തന്നെ എന്തു പറ്റി? പൊള്ളിപ്പോയി. അതെ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ. എന്താ? ചായ. അതല്ല, പിന്നെ എന്നെ ഇഷ്ടമായോന്ന്. അയ്യോ, നിന്നെ എനിക്ക് ഭയങ്കര. എന്റെ കൂടെ താമസിക്കാൻ ടൂറ് പോകാം പെൺകൊടി, ഊട്ടി വഴി തേക്കടിക്കൊരു കൂട്ടുവരൂ പെൺകൊടി, മുംബൈ കാണാടി, പുറകെ താജ്മഹൽ കാണാടി, ഗോവ കാണാടി, അവിടെ ബീച്ചിലൊന്ന് കറങ്ങാടി, ഒരുങ്ങി വന്നാൽ നമുക്ക് ചുറ്റാടി. അതെ, കാർത്തിക ശിരോമണി, ഇവളെ കെട്ടിയാൽ നമ്മുടെ പുത്രന് എന്ത് സൗഭാഗ്യമാണ് കൈവരുന്നത്. പറഞ്ഞു തരാം. നമ്മളൊരു മാർജിൻ ഫ്രീ ഷോപ്പിൽ കയറി ഒരു പേസ്റ്റ് വാങ്ങിയാൽ ഒരു ബ്രഷ് ഫ്രീ, അപ്പോൾ ഒരു ബ്രഷ് വാങ്ങിയാൽ ഒരു സെറ്റ് പല്ല് ഫ്രീ. അതുപോലെ ഈ പെണ്ണിനെ കിട്ടിയാൽ നിനക്കുമുണ്ട് ഒരു കൊച്ചു ഫ്രീ. എനിക്ക് കൊച്ചു ഫ്രീ ഒന്നും പോരാ, എനിക്കൊരു വലിയ ഫ്രീ ആണ്. എടാ മണ്ട, ഈ പെണ്ണിനെ കെട്ടിയ ഇവക്കടെ 4 വയസ്സുള്ള ഒരു മുഴുത്ത കൊച്ചിനെ നിനക്ക് ഫ്രീ. അതെ, ഒരു മാർജിൻ ഫ്രീ കുട്ടി ഫ്രീ. നാം സന്തുഷ്ടനായി. നമ്മുടെ കുലമഹിമയ്ക്ക് ചേർന്ന പുത്രനെ കിട്ടിയതിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു. ആരവിടെ? കൊട്ടാരം നർത്തകന്മാർ വരട്ടെ, വാദ്യഘോഷങ്ങൾ മുഴങ്ങട്ടെ, വിവാഹം സമങ്ങളും കൊണ്ടാടട്ടെ. അതെ, നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ കല്യാണം അടിച്ച് പൊളിക്കാം.